കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിലുണ്ടായ വെള്ളക്കെട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും കോർപ്പറേഷൻ മേയർ ഒ സദാശിവം. ഫുഡ് സ്ട്രീറ്റ് രൂപകൽപ്പന ചെയ്ത PWയോട് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 കോടിയോളം രൂപ ചെലവഴിച്ചു സജ്ജീകരിച്ച ഫുഡ് സ്ട്രീറ്റിനു മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കഴിഞ്ഞ ദിവസം മീഡിയ 1 വാർത്ത നൽകിയിരുന്നു. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്ക് കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിന് മുന്നിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന്റെ കാഴ്ചയാണിത്. $4 കോടിയോളം രൂപ ചെലവഴിച്ച് PWD സജ്ജീകരിച്ച ഫുഡ് സ്ട്രീറ്റ് മതിയായ ആസൂത്രണമോ ശാസ്ത്രീയ പഠനമോ നടത്താതെയാണ് നിർമ്മിച്ചത് എന്നാണ് ആക്ഷേപം. മീഡിയ 1 വാർത്ത നൽകിയതോടെ വിഷയത്തിലിടപെട്ട കോർപ്പറേഷൻ ഡ്രൈനേജ് നിർമ്മിക്കാനും പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാനും PWDക്ക് നിർദ്ദേശം നൽകി. ഇന്ന് ഈ പ്രശ്നം വന്നതിന് ശേഷം ഇന്നിപ്പോൾ രണ്ടാമത് PWD ആളുകൾ വിളിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്താണോ ചെയ്യേണ്ടതെന്ന് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ അവരുടേതായ റോഡാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ കൂടി അംഗീകാരത്തോടും അഭിപ്രായം കൂടി കേട്ട് അതിനെ സംബന്ധിച്ചൊരു നടപടി സ്വീകരിക്കും. തൽക്കാലം വെള്ളം ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ബീച്ച് കാണാനെത്തുന്ന സഞ്ചാരികളും ഫുഡ് സ്ട്രീറ്റിലെ കച്ചവടക്കാരും പ്രതിസന്ധിയിലായിരുന്നു. മേയർ ഇടപെട്ടതോടെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് സഞ്ചാരികളും അവരെ ആശ്രയിച്ച് കഴിയുന്ന കച്ചവടക്കാരും. മീഡിയ 1 കോഴിക്കോട്.